പലരും ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ ഇതിനെന്താ വളമിടുന്നത് എന്നുള്ളതാണ്. എനിക്ക് എത്രയോ ആൾക്കാർ, ഞാനിപ്പോൾ മുടി അയച്ചിട്ടിട്ടാണ് കുറേ റീൽസ് ചെയ്യാറ്. അപ്പോൾ എത്രയോ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നു, എന്താ ചേച്ചി തലയിൽ തേക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പൊന്നാര മക്കളെ, എനിക്കിത് പാരമ്പര്യമായിട്ട് കിട്ടിയ മുടിയാണ്, അല്ലാതെ ഒന്നും തേച്ചിട്ടും കാര്യങ്ങളും കിട്ടിയതൊന്നുമല്ല. കാരണം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എൻ്റെ ഉമ്മാക്ക് നല്ല മുടിയുള്ള ഒരാളായിരുന്നു. അതിനേക്കാട്ടിലും ഉപരി എൻ്റെ ഉമ്മാക്ക് മുട്ടെടുത്തോളം മുടിയുള്ള ഒരാളായിരുന്നു എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മാക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ആ മുടിയൊക്കെ പോയി ഇപ്പോൾ ആൾക്ക് മുടി എന്ന് പറഞ്ഞൊരു സാധനമല്ല. ആ സംഭവം തന്നെയാണ് എനിക്ക് എൻ്റെ മൂത്ത സഹോദരിക്കും കിട്ടിയത്. ഓക്കും ഇതേപോലെ പനങ്കുല പോലെ മുടി എന്ന് പറയും. അവളോടും മിക്ക ആൾക്കാരും ചോദിക്കും എന്താ തലയിൽ തേക്കാറെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോൾ അവളും ചോദിച്ചു, ജെസ്സി നീ എന്താടി തലയിൽ തേക്കാറ്? പക്ഷെ ഞാൻ ഒന്നും തലയിൽ തേക്കാറില്ല. സത്യം പറയാച്ചാൽ വെളിച്ചെണ്ണ പോലും ഇപ്പോൾ തലയിൽ തേക്കാത്തൊരു സാഹചര്യത്തിലാണ്. ആദ്യം നവരത്ന തേക്കായിരുന്നു. അപ്പോൾ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് വെളിച്ചെണ്ണ തൊടുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തലയിൽ വെളിച്ചെണ്ണ തൊടാറേ ഇല്ല. അങ്ങനത്തെ ഒരു സംഭവം. അപ്പം നിങ്ങളാരും വിചാരിക്കും പോലെ ഇത് മറ്റേ എന്തെങ്കിലും തേച്ചിട്ടുണ്ടായ മുടിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്ക് ജന്മനാ കിട്ടിയ ഒരു സംഭവമാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ടിങ്ങനെ നിരന്തരം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, ചേച്ചി എന്താണ് വല്ല ഹാക്കോ അങ്ങോട്ടും ഉപയോഗിക്കാറുണ്ടോ? ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് മുടി ഉള്ളതുകൊണ്ട്, ഉമ്മ മുടി കെയർ ചെയ്ത് വരുന്നത് കൊണ്ട് ഞങ്ങളെ ആ ഒരു രീതിയിലേക്ക് പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ വല്യാപ്പ ഡ്രൈവറാണ്, KSRTC ഡ്രൈവറാണ്. അപ്പോൾ വല്യാപ്പ ഈ മാസം സാലറി കിട്ടുന്ന സമയത്ത് ഒരുമിച്ച് സാധനങ്ങൾ മേടിക്കല്ലോ. അപ്പം ഞങ്ങൾക്ക്, എനിക്കും എൻ്റെ മൂത്ത സഹോദരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി, രണ്ടാമത്തെ ആൾക്ക് അങ്ങനെ മുടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി എള്ളെണ്ണ ഉണ്ടല്ലോ, 1 ലിറ്റർ മേടിച്ച് തരും ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഈ തല നിറയെ തേച്ചിങ്ങനെ തലേന്ന് ഇങ്ങനെ ഊരി ഒലിച്ച് നമ്മുടെ കണ്ണിലാവും. അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ തേക്കാറുണ്ടായിരുന്നു കേട്ടോ. അത്രമേൽ ഊരി ഒലിച്ച് കണ്ണിൽ പോകുക എന്നല്ലാതെ. അപ്പോൾ അത്രത്തോളം തേച്ചിട്ട് ഇന്നതിന് ശേഷം താളി തേച്ചിട്ടായിരുന്നു കുളി. അപ്പോൾ വിവാഹം വരെ ഞങ്ങൾ ഫോളോ ചെയ്തു പോയ ഒരു സംഭവമാണ്. വിവാഹം ചെയ്ത് ഇവിടെ വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് മാതിരി എണ്ണ തൊടാത്തൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ എണ്ണ തേക്കുക എന്നൊക്കെ പറയുമ്പോൾക്ക് ഒരു കലിപ്പായി തുടങ്ങി. പിന്നെ ഞാനത് മെല്ലെ മാറ്റി 1.5 ആണ്ടിന് അങ്ങനെയൊക്കെ എണ്ണ തേച്ചിട്ട് ഞാൻ പിന്നെ അതേപോലെ ഇവിടെ താളി എനിക്ക് അങ്ങനെ കിട്ടാൻ ഇതില്ലായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് ദിവസം എടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കഴിയുന്നൊരു സംഭവമല്ല. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഉമ്മ ഞങ്ങൾക്ക് താളി തേക്കാനായിട്ട് ചെമ്പരത്തി മരം നട്ടുപിടിപ്പിച്ചൊരു വ്യക്തിയാട്ടോ. അതേപോലെ ഉമ്മാമ ചെയ്തു തരുന്നൊരു സംഭവമാണ് പാടത്താളി എന്ന് പറയും. എത്ര പേർക്കത് അറിയുമെന്ന് എനിക്കറിയില്ല. പാടത്ത് വരുന്നൊരു താളിയാണ്. അതും വാപ്പൻ്റെ ഉമ്മ കേട്ടോ ഇതൊക്കെ പറിച്ചു കൊണ്ട് തന്നെ എനിക്ക് തലേ തേക്കാൻ വേണ്ടിയിട്ട് കല്ലുമ്മലിട്ട് ഒരുതി തരും. അതേപോലെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രസവ സമയത്ത് വേറൊരു സംഭവമുണ്ട്. എന്താക്കാൻ അവിടെ ഇല ഇങ്ങനെ പാർന്ന് കണ്ടിട്ട് മോൻ കാണിച്ചു തരിക, റീൽസ് ചെയ്യാൻ പറ്റിയ. പക്ഷെ ഞാൻ റീലെടുക്കാൻ വരുമ്പോൾ ഇല വിൽക്കുന്ന സമയത്ത് ഞാൻ റീലെടുക്കാൻ വരില്ല, അങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രസവ സമയത്ത് എവിടെയോ പോയിട്ട് അതൊരു മരം പോലത്തെ ഒരു സംഭവമാണ്. മരത്തുമ്മന്ന് ഇല പറിച്ചിട്ട് ഇടിച്ച് വെക്കും. എന്നിട്ട് ഞങ്ങൾ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ അല്ലെ തലേ ദിവസമൊക്കെ ഇത് വെള്ളത്തിൽ പൊതിർത്തിയിട്ടിട്ട് പിറ്റേന്ന് ഞങ്ങൾക്ക് തല കഴുകാൻ തരും. അത്രമേൽ ആ ഒരു കുട്ടിക്കാലത്ത് ഞാൻ മുടി നോക്കിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം 33 വയസ്സായിപ്പോഴേക്കൊക്കെ മുടി പോയി പോകണ്ട. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് കേട്ടോ, നല്ലത് പറയുന്നതിനെന്താ. പക്ഷേ ഞാൻ അന്ന് ഫോളോ ചെയ്തത് കൊണ്ടാണ്. പിന്നെ നമ്മളൊക്കെ പറയുന്നതൊക്കെ കാച്ചി എണ്ണയൊക്കെ തേച്ചാൽ മുടിയും മറ്റേ നരക്കിയൊന്നുമില്ല. ഞാനൊക്കെ അന്നൊക്കെ നല്ലെണ്ണ ഞങ്ങൾക്കറിയില്ല അന്ന് നല്ലെണ്ണ ആരോ തലേ തേക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ലെണ്ണ തേച്ചാൽ നല്ല തണുപ്പുണ്ടാവും, നല്ല തണുപ്പും നല്ല ഉറക്കം ഉണ്ടാവും. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നല്ലെണ്ണ തേക്കാറ്. നല്ലെണ്ണ തന്നെ തലേ തേപ്പിക്കുക. അതേപോലെ കാച്ചിയ എണ്ണയൊക്കെ തലേ തേച്ചാൽ മുടി നരയ്ക്കില്ല എന്നൊക്കെ ചുമ്മാ പറയുന്ന എൻ്റെ അമ്മായിയുടെ മകൾ ഇത് കണ്ടാൽ എനിക്ക് മെസ്സേജ് അയക്കും. തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അമ്മായിയുടെ മകൾക്ക് ദിവസം കാച്ചിയ എണ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു വൈദ്യരുണ്ടായിരുന്നു, വൈദ്യരെടുത്ത് നിന്ന് എണ്ണ വാങ്ങിക്കും. പക്ഷേ അവളുടെ മുടിയൊന്നും നരിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം. എൻ്റെ മുടി നരിച്ചിട്ടുണ്ട് കേട്ടോ, കളർ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്.
അപ്പം നമ്മൾ നന്നായിട്ട് എണ്ണ യൂസ് ചെയ്താലൊന്നും നമ്മുടെ മുടി നരയ്ക്കില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതിനിങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഇത് ജന്മനാ കിട്ടിയൊരു സംഭവമാണ്. ഞാൻ ഒന്നും തേക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഇത് നവരത്ന തേക്കാറുണ്ടായിരുന്നു, അതും ഞാൻ നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടതാണ് ഗൈസ്. ഇത് വെപ്പും അല്ല കേട്ടോ, അവിടെ വലിച്ചു നോക്കി എന്നെ കളിയാക്കി ചിലർ കമൻ്റ് ഇട്ടതൊക്കെ ഞാൻ കണ്ടിക്ക്, ഇത് വെപ്പാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. വെപ്പ് മുടിക്കൊക്കെ ഇപ്പം എന്താ പൈസ, നമ്മളെ നാച്ചുറൽ മുടിനെക്കാട്ടി പൈസ ഇട്ടു. ഞാൻ പല പ്രാവശ്യം എൻ്റെ മുടി വെട്ടി കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷേ എനിക്കത് പറ്റിയില്ല. കാരണം എൻ്റെ മുടി 2-3 പ്രാവശ്യം സ്മൂത്തനിങ് ഒക്കെ ചെയ്തതാണ്. അപ്പം മുടിയുടെ ഒരു ടെക്സ്ചർ വെച്ചിട്ട് സ്മൂത്തനിങ് ഒക്കെ നമ്മളിങ്ങനെ നീണ്ട് പോകണേ കുറച്ച് കഴിയും. അപ്പോൾ സ്മൂത്തനിങ്, കളറിങ് ഇതൊക്കെ ചെയ്ത ആൾക്കാർക്ക് മുടി വെട്ടിക്കൊടുക്കാൻ പൈസക്കല്ല കേട്ടോ, ക്യാൻസർ പേഷ്യൻറ്റിന് ഇത് വെട്ടിക്കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ഇതേപോലെ ചന്തി വരെ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ കൊണ്ട് ഞാൻ വെട്ടിക്കൊടുപ്പിച്ച് മൊട്ടയാക്കി മൊത്തം തലയോട്ടിന്ന് വരെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റാത്തത് അവളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. വളരുന്നൊരു സംഭവമാണ്. എനിക്കിപ്പോഴും കൊടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ഭംഗി കിട്ടണമല്ലോ എന്ന് കരുതി മുടിയിൽ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇത് അവരെടുക്കൂല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ്, മുടിയിലൊന്നും ചെയ്തിട്ടില്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ബൈ.